ഞാനേ ഒന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോവുക. അപ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി പോകുമ്പോഴേ അതിന് തീറ്റ ഉണ്ടാക്കണം. ആ തീറ്റ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, പക്ഷേ എനിക്ക് എല്ലാവരും ഒന്ന് കാണിച്ചു തരുന്നതുകൊണ്ടാണ്. ഇത് മറ്റേ ബിസ്ക്കറ്റാണ്, ടൈഗർ ബിസ്ക്കറ്റ്. പിന്നെ ടൈഗർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മറ്റേ പാർല ജീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റ് മതി. അത് വിലക്കുറവല്ലേ, അത് മതി. ഇതൊരു 2-3 പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് 3 ബിസ്ക്കറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെ, 3 ബിസ്ക്കറ്റ്. ഇനി ഈ ബിസ്ക്കറ്റിനകത്തോട്ട് നമുക്ക് ശകലം വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഒന്ന് ഒഴിക്കുന്നതിന് ഇത് കുതിരാൻ വേണ്ടിയാണ്. ഒന്ന് കുതിരണം. എന്നിട്ട് ഇതൊന്ന് കുതിർന്നതിന് ശേഷം ഇത് നല്ലപോലെ പൊടിച്ചെടുക്കുക. കാണിച്ചു തരാം. ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടാകുന്നത്, എന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് നല്ലതുപോലെ കുതിർത്തിയെടുക്കണം ഈ ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല കുതിർത്തി ഇങ്ങനെ കുറുക്കിയെടുത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദാമാവ് ഇട്ട് കൊടുക്കണം. ഇത് മൈദാമാവാണ്. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൈദാമാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിങ്ങനെ ഇതുമായിട്ട് അങ്ങോട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഈ മൈദാമാവ്. അതിലേക്ക് ഇച്ചിരി ലേശം മഞ്ഞപ്പൊടി ഇട്ട് കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. മഞ്ഞപ്പൊടി ഇട്ട് ഇതിങ്ങനെ കുഴച്ച് നല്ലതുപോലെ കുഴച്ച് ടൈറ്റാക്കി എടുക്കണം. കുഴച്ച് നല്ലപോലെ ടൈറ്റാക്കി എടുത്ത് കാണിച്ചു തരാം. ഇത് നല്ല കുഴച്ച് നല്ല ടൈറ്റാക്കി എടുക്കുവാണെങ്കിൽ ഇത് കണ്ടില്ലേ, നല്ല ടൈറ്റാണ്. ഇത് നല്ല ടൈറ്റാക്കി എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അത് പെട്ടെന്ന് വെള്ളം കുടിച്ച് തലുത്തങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടൈറ്റാക്കി എടുക്കുന്നത്. അതുകൊണ്ട് നല്ല ടൈറ്റാക്കി എടുക്കുക. നല്ലപോലെ ടൈറ്റാക്കി എടുത്ത് അതിനകത്ത് വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, ഒരു സ്മെല്ലിന് വേണ്ടി. അന്നേരം നമുക്ക് ഈ മീനിൻ്റെ ഒരു ചെറിയ സ്മെല്ലടിക്കുമ്പോഴത്തേക്കിനും ഇത് വന്നിങ്ങനെ കൊത്തും. അതങ്ങോട്ട് ഇടുമ്പോഴേ അതിങ്ങനെ വരും, മീൻ വന്ന് കൊത്തും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലിന് വേണ്ടി ശകലം കായപ്പൊടി ഇടുക. കായപ്പൊടി ശകലം മതി, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഒരു സ്മെല്ല് വരും. മീനിനൊക്കെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് വന്ന് അതിന് തീറ്റ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ഓടി വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട നല്ല ടൈറ്റായി. ഇനി ഒരു ശകലം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഉണ്ട പിടിക്കുക, ചെറിയ ബോളാക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇതങ്ങോട്ട് ചൂണ്ടക്കുളത്തിലേക്ക് അങ്ങ് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല. ഇനി ഞാൻ അടുത്തത് മീൻ പിടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.